ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഒരു കുടുംബത്തിലെ 6 പേരിൽ 2 പേർ മരണപ്പെട്ടു. 2 പേർ ചികിത്സയിൽ, ഒരാളുടെ നില ഗുരുതരം. ഭക്ഷണം കഴിച്ച് കുടുംബം നിലമേലിലേക്ക് വരുന്നതിനിടെ നെഞ്ചുവേദനയടക്കം അസ്വസ്ഥതകൾ തോന്നിയതോടെയാണ് ആശുപത്രിയിലേക്ക് ഉടൻ എത്തിയത്. ഈ ഹോട്ടലുകളിൽ പഴയ ഭക്ഷണം കൊടുക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, അതായത് ഈ മനുഷ്യനെ വിഷമുള്ള ഭക്ഷണം കൊടുത്ത് കൊല്ലുന്ന ഈ പരിപാടിക്കെതിരെ പോരാടാൻ തുടങ്ങിയിട്ട് അധ്യായങ്ങൾ ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വളരെ ഭംഗിയായിട്ട് അത് നടന്നു പോകുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതല്ലാതെ മൊത്തത്തിൽ ശക്തമായിട്ട് ഒരു നടപടി എവിടെയെങ്കിലും സ്വീകരിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ കർശനമായിട്ടുള്ള ഒരു നടപടി ഈ ഫുഡ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചത് കണ്ടിട്ടുണ്ടോ? ഇല്ല. വിഴിഞ്ഞത്താണ് സംഭവം. വിഴിഞ്ഞത്തെ അസ്മാക് എന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച കൊല്ലം നിലമേൽ പ്ലാച്ചിക്കോട് സ്വദേശികളായ 48 വയസ്സുള്ള ഷാജി, ഭാര്യയുടെ അമ്മയായ 58 വയസ്സുള്ള റഷീദ ബീവി എന്നിവരാണ് മരിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരൊക്കെ എന്ത് ചെയ്യണം? എന്താണ് സത്യം പറഞ്ഞാൽ ഒരു ജോലി എന്താണ് അവർ ഇഷ്ടപ്പെട്ട് എനിക്ക് പറയാനുള്ളത്? ഗുണനിലവാരമില്ലാത്ത ഭക്ഷണം കൊടുക്കുന്ന എല്ലാ ഹോട്ടലുകളും പൂട്ടിക്കണം, എന്നേക്കുമായി പൂട്ടിക്കണം. വ്യക്തിയുടെ പേരിലുള്ള ലൈസൻസ് റദ്ദാക്കണം, കട ഉടമയെ തക്കതായിട്ടുള്ള ശിക്ഷകൾ കൊടുത്ത് ജയിലിൽ അടയ്ക്കുക തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കേസുകളും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഡിസിഷൻ എടുക്കണം. താൽക്കാലികമായിട്ടുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, താൽക്കാലികമായിട്ടുള്ള ഈ ചെറിയ പരിപാടി ഉണ്ടല്ലോ, അത് എന്നേക്കുമായി നിർത്തുക. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒരു 10 ദിവസം കട അടപ്പിച്ചിട്ട് ഒരു ചെറിയ പിഴ ഈടാക്കി പിന്നെയും പുതിയ പേരിൽ ആ കട വളരെ ഭംഗിയായിട്ട് തന്നെ ആരംഭിക്കും. ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് എന്നേക്കുമായി ഒഴിവാക്കണം. ഈ ഒരു വിഷയത്തിൽ നമ്മുടെ കേരള സർക്കാർ ശക്തമായിട്ടുള്ള ഒരു നിലപാട് എടുക്കുക തന്നെ വേണം. ഇനി ഒരു മനുഷ്യനും കാശ് കൊടുത്ത് വിഷം വാങ്ങി കഴിക്കരുത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയേക്ക്.